ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർഎൻ ഫാമിലിയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധ്വാനിക്കുന്ന നമ്മുടെ ആർഎൻ ഫാമിലിയാണ് കാണുന്നത്. രാവിലെ നിത്യം പാൽ കൊടുക്കാൻ പോകുന്ന കുട്ടികളാണ് കേട്ടോ. പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമാണ് അവർ അച്ചായിനെ വിടാറുള്ളൂ. മിക്കവാറും അച്ചായിക്ക് റെസ്റ്റ് കൊടുക്കുകയാണ് നമ്മുടെ മക്കൾ ചെയ്യാറ് കേട്ടോ. അപ്പം നമ്മുടെ മക്കൾ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ്. അവർ ആ രീതിയിൽ തന്നെ എന്നും ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാ ഐശ്വര്യവും അനുഗ്രഹവും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് വേണം. അപ്പോൾ നമ്മൾ മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമേ നമുക്ക് ലക്ഷ്യങ്ങളിൽ എത്താൻ സാധിക്കുള്ളൂ. നമ്മുടെ മുതുകാട് പറഞ്ഞിട്ടുണ്ട്. മുതുകാട് പറഞ്ഞ വാക്യം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലും എൻ്റെ മക്കളോട് ഞാൻ പറയാറുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നല്ല ചിന്തയിൽ നമ്മൾ ജീവിക്കുക. ദുഷിച്ച ചിന്തകൾ നമ്മുടെ മനസ്സിനെ അള്ളി പിടിച്ചിരിക്കുകയുള്ളൂ. അപ്പം നല്ല ചിന്തകളിലോട്ട് നമ്മൾ കടന്നു വരണം. എപ്പോഴും നമ്മുടെ ജീവിതത്തെ നമുക്ക് രണ്ട് രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒന്നില്ലെങ്കിൽ നമുക്ക് അമൃതാക്കി മാറ്റിയെടുക്കാം, അല്ലെങ്കിൽ മൃത്യുവാക്കി മാറ്റിയെടുക്കാം. ശരിക്കും മൃത്യുവെ മൃത്യുവിലോട്ട് നമുക്ക് നടന്നു പോകേണ്ട കാര്യമില്ല. മൃത്യു നമുക്ക് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്ന കാര്യമാണ്. പക്ഷെ അമൃതാക്കി മാറ്റിയെടുക്കണം. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമൃതാക്കി മാറ്റണം എന്ന് പറയുമ്പോൾ നമ്മൾ അധ്വാനിക്കണം. വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നവർക്ക് മാത്രമേ ജീവിതത്തെ അമൃതാക്കി മാറ്റിയെടുക്കാൻ സാധിക്കൂ. ഇത് നമ്മുടെ മുതുകാട് സാർ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പോയിന്റ് എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ശരിയാണ്. എല്ലാ ഉന്നതങ്ങളിലെത്തിയ എല്ലാ മഹത് വ്യക്തികളും നല്ല അധ്വാനത്തിലും അവരുടെ പരിശ്രമത്തിലും വന്നു ചേർന്ന് എത്തിപ്പെട്ടവരാണ്. അപ്പോൾ ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിൽ വീണ എല്ലാം തകർന്നടിഞ്ഞ് എത്രയോ പേരാണ് പിന്നീട് ജീവിതത്തിൽ ജീവനെ സൃഷ്ടിച്ച് അമൃതാക്കി മാറ്റി ജീവിതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തിയ എത്രയോ മഹത് വ്യക്തികളാണ്. അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിന് ശരിക്കും നല്ല ഒരു പോസിറ്റീവായിട്ടുള്ള, നമുക്ക് ഈ അധ്വാനിക്കണം, നമ്മൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഇരിക്കരുത്, നമ്മൾ പരിശ്രമിക്കണം എന്നുള്ള ആ ഒരു ചിന്ത, ഒരു മൈൻഡ് നമ്മുടെ മക്കൾക്കും നമ്മൾ കൊടുക്കാറുണ്ട്. ഈ മനസ്സിൻ്റെ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമുക്ക് ഈ ഒരു നെഗറ്റീവ് വരുന്ന സമയങ്ങളിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം. അത് അങ്ങനെ നമ്മൾ ഇരിക്കരുത് എന്ന് നമ്മൾ മനസ്സിനെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് ബോധിപ്പിക്കണം. നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കി മാറ്റിയെടുക്കണം. അപ്പോൾ അത് സാധിക്കും നമുക്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, മുന്നിലെല്ലാം തകർന്നു എന്നല്ല, മുന്നിൽ കാണുന്ന വലിയ മരുപ്പച്ച, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ മുതുകാട് സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്ക് നമ്മൾ ഈ നെഗറ്റീവ് ആവുന്ന സമയങ്ങളിൽ ഈ ഒരു പോസിറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ നമുക്ക് കേൾക്കാം. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ വരണമല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരണുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നും എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കണേന്ന്. പക്ഷേ അത് നമ്മുടെ ഈ നെഗറ്റീവാണ് കേട്ടോ ഇത് ചിന്തിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ ശരിക്കും ആ ഒരു ദൈവികമായ കാര്യങ്ങൾ കേൾക്കുക, സപ്താഹങ്ങൾ കേൾക്കുക, ഒരുപാട് അറിവുള്ള കുറേ നല്ല നല്ല മനുഷ്യരുടെ നല്ല മോട്ടിവേഷനായിട്ടുള്ള സപ്താഹങ്ങളുണ്ട്. അപ്പോൾ ഇത്രയും അറിവുള്ള ആളുകൾ പറയുമ്പോൾ നമ്മൾ ഈ ചെറിയ അറിവ് വെച്ച് നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഈ ചെറിയ അറിവ് കൊണ്ട് ഈ പൊട്ടത്തരങ്ങൾ ചിന്തിച്ച് നമ്മുടെ ഈ നല്ല ജീവിതത്തെ നമ്മൾ നെഗറ്റീവാക്കി മാറ്റരുതെന്ന്. അങ്ങനെ നമ്മൾ ഈ നെഗറ്റീവിലോട്ട് പോണ സമയങ്ങളിലെല്ലാം നമ്മൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സപ്താഹങ്ങൾ, ദൈവികമായ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ വാർത്തെടുക്കേണ്ടത്. ഇത് ഇങ്ങനെ കുട്ടികൾക്കും നമ്മൾ ഇതുപോലെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ പറയും, നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും ചിലപ്പോൾ ഈ ഒന്നാമത്തെ ഇവരുടെ ഇപ്പോഴത്തെ ഒരു പ്രായം എന്ന് പറയണത് എല്ലാം കേൾക്കാൻ തയ്യാറാവുന്ന ഒരു പ്രായമല്ല. പക്ഷെ എന്നാലും നമ്മൾ പറയും, അവർക്ക് ചില സമയങ്ങളിൽ അവരോട് നമ്മൾ ഉപദേശമായിട്ടായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ പറയണത്, ആ ഒരു
അത് ചെയ്യണം എന്നുള്ള ഒരു ഇത് തന്നെയായിരിക്കും. അല്ലാതെ അങ്ങനെ ഉപദേശിച്ച് നേരെ എന്നല്ല. നമുക്ക് ചില സമയങ്ങളിൽ അവർക്ക് ആ ഒരു ഇൻസ്ട്രക്ഷൻ കറക്റ്റായിട്ട് അവരെ നിർബന്ധമായിട്ട് നമ്മൾ പറയേണ്ട വരും. പിന്നീട് അവർക്കത് മനസ്സിലാവും അത് അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ അവർ നല്ല മൂഡിലിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കും അതങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ. അപ്പം കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ തന്നെ നമ്മുടെ മക്കൾ പോകും. അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന. അതെന്തായാലും നമ്മൾ എല്ലാം പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ മക്കൾ നല്ല കുട്ടികളാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും മക്കളും നല്ല കുട്ടികളാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുക. എല്ലാവരും മോശമായിട്ട് ഒരിക്കലും പറയരുത്. കുട്ടികൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് കുറ്റം പറയുമോ അതൊന്നും പാടില്ല. നല്ല കുട്ടികളാണ് എന്ന് മാത്രം നമ്മൾ ശരിക്കും നമ്മുടെ മക്കളെക്കുറിച്ച് പറയാവൂ. അങ്ങനെ ആകണം, അങ്ങനെ ആകും. അല്ലാതെ അങ്ങനെയല്ല മോശമാണ് അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് നമ്മുടെ മക്കൾക്ക് നെഗറ്റീവ് ആക്കി കൊടുക്കരുത്. എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് തന്നെ എപ്പോഴും നല്ല കുട്ടികളാണെന്ന് മാത്രമേ എല്ലാവരോടും പറയുക. കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ തന്നെ പറയാവൂ. അപ്പോൾ ഇതൊക്കെ നമ്മളിതൊക്കെ ഓരോരുത്തരുടെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ഉണ്ടാക്കിയെടുത്ത അറിവുകളാണ് കേട്ടോ എന്നൊക്കെ. അപ്പോൾ പിന്നെന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും വയ്യ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ നമ്മുടെ ചുറ്റും മാലാകന്മാരുണ്ടെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ചെറുപ്പത്തിൽ പറഞ്ഞു തന്നെ തഥാസ്തു എന്ത് നമ്മൾ പറഞ്ഞാലും തഥാസ്തു എന്ന് പറയും അത്രേ. അപ്പോൾ അതങ്ങനെ തന്നെ വരട്ടെ. ഇപ്പം നമുക്ക് വയ്യ എന്ന് പറയുമ്പോൾ അതങ്ങനെ തന്നെ ആവട്ടെ. അപ്പം നമുക്ക് നല്ലതായിട്ട് നമുക്ക് പറയുവാണെങ്കിലും അത് അങ്ങനെ തന്നെ വരട്ടെ എന്നാണ് ഈ മാലാകന്മാർ പറയണേന്നാണ് പറഞ്ഞു കേട്ടേക്കണേ. അപ്പം നമ്മൾ എപ്പോഴും നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാം നമുക്ക് നല്ലതായിട്ട് വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ചെറിയ എൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കിയ എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിയാൻ പാടില്ലാത്ത എൻ്റെ ചെറിയ വാക്കുകൾ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പോൾ ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഞങ്ങളുടെ വീഡിയോസൊന്നും കാണാതിരിക്കരുത്. ഞങ്ങൾക്കൊരു കല്യാണവും അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ വീഡിയോസ് ഡെയിലി വരും, എന്തായാലും വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീഡിയോസൊക്കെ കണ്ടോളൂ. അവൻ പോയിട്ട് അപ്പം അമ്മ പറയാണ്ടാ ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നു ആൺപിള്ളേരുണ്ടെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കും എന്നൊക്കെ. പക്ഷെ പെൺപിള്ളേരാണോ? പക്ഷെ വെറുതെ പറയാൻ പറ്റില്ല. ഇങ്ങനെ പെൺപിള്ളേര് വെറുതെ കറക്റ്റായിട്ട് വീട്ടില് പണിയൊക്കെ എടുക്കുകയാണെങ്കിൽ സന്തോഷല്ലേ. ഞാൻ എടുക്കണില്ല. ഗൈസ് നമ്മുടെ കുഞ്ചപ്പൻ മലബാർ ഹായ് ഗൈസ്, നമ്മളിന്ന് കൊടുങ്ങല്ലൂർ നിൽക്കണ്. വേറെ ഒന്നിനല്ല, നമ്മള് ട്രെൻഡ്സിൽ ഒരു കല്യാണം ഉണ്ട്. അപ്പൊ എല്ലാവർക്കും കൂടി ഒരു ജോലി ഇട്ടെടുക്കാൻ. അപ്പൊ കൊടുങ്ങല്ലൂർ നിന്നപ്പോ ഞാനുണ്ട്, അക്കച്ചുണ്ട്, ദേവുണ്ട്, അമ്മയുണ്ട്. അമ്മ ഡ്രൈവിംഗ് നന്നായിട്ട് വിളിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കാത്തത്. വയറ് നല്ല വിളിക്കുന്നുണ്ട്. വയറ് വിശക്കണുണ്ടാവും. അതെ, ഈ വെജിറ്റബിൾ ഒക്കെ ആവുമ്പോ ഭക്ഷണം അത്ര അങ്ങോട്ട് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോ ഉണ്ടല്ലോ ലാവിഷായിട്ടുള്ള കറി വേണം. സാമ്പാർ, ഇഞ്ചിക്കറി, മോരുകറി, അവിയൽ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിയാണ്. അത് ഗുരുവായൂരപ്പന്റെ പ്രസാദം എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അമ്മനെ കാണാൻ കുറെ ചേച്ചിമാര് സെറ്റ് മുണ്ടൊക്കെ എടുത്ത് വന്നേക്കണ്. ഇത് കൊടുങ്ങല്ലൂർ അമ്മയുടെ നടയിലാണ് നമ്മളിപ്പോ വന്നേക്കണേ. അവിടെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യണേ അല്ലേ? ഇടിക്കനാടാ കൊച്ചിന്.
ലൈറ്റ് കിട്ടുള്ള ഇങ്ങോട്ടൊന്ന്. എന്താണ് ഒന്നും പറയണ്ട കേട്ടോ. നല്ല പുതിയ ഷർട്ടാണ് ഇത്. കണ്ടോ, പുതിയ ഷർട്ടിന് സംഭവിച്ചത് കണ്ടോ. ഇതെന്താ സംഭവിച്ചതെന്നൊന്നും അറിയാൻ പാടില്ല. അലമാരിയിൽ ഇരുന്നിട്ട് സാധനമോ വാഷ് ചെയ്യണതിന് മുന്നേ സംഭവിച്ചതാണോ, ഈ വാഷ് ചെയ്യാൻ പുറത്തുകൊണ്ട് നിട്ടപ്പോൾ ഈ തൊരപ്പൻ്റെ പരിപാടിയിൽ സംഭവിച്ചതാണോ എന്നൊന്നും അറിയില്ല. പുതിയ ഷർട്ടാ, ഇങ്ങനെ ആയിപ്പോയി. നാളെ കല്യാണത്തിന് പോകാൻ വേണ്ടി ഇടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാട്ടോ. ഇപ്പോഴാണ് ഇത് കാണുന്നത്. ഞാൻ തയ്ക്കാൻ വേണ്ടി ഇരിക്കാൻ സമയം 10 മണി ആവാറായി. നാളെ ഒരു കല്യാണമുണ്ട് ഞങ്ങൾക്ക് ചാലക്കുടിയിൽ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. അപ്പം നമ്മുടെ മെഷീൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ മാത്രമാണ് ഇതൊക്കെ എടുക്കാറുള്ളൂ. ചുരിദാറൊക്കെ ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം നമ്മൾ പണി തിരക്കിലായതിനു ശേഷം ഇതൊക്കെ അങ്ങനെ എടുക്കൽ കുറവാണ്. ആ നമ്പർ വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ഭാഗങ്ങളാണെങ്കിലും നമ്മളിങ്ങനെ ഉൾപ്പെടുത്തുന്നത്. അവൻ അവിടെ ഒന്ന് ബാക്കിൽ നിന്ന് കോമിക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കോമാളിയാണ് അങ്ങനെ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ഈ ചെറിയ വലിയ ഫാമിലിയിൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾക്കൊരു ഈ കൂടുതൽ നമുക്ക് വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് തരണം. നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനമൊക്കെ കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡെയിലി വീഡിയോ ഇടും. എന്തായാലും ഡെയിലി വീഡിയോ ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. എന്തായാലും ചെറിയ ചെറിയ ഭാഗങ്ങളാണെങ്കിലും നമ്മൾ ഡെയിലി ഇടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. നാളെ കാണാം അടുത്ത വീഡിയോ ആയിട്ട്. ഓക്കെ, ബൈ ബൈ.